ഇക്കുറി എങ്ങനെയും എം സ്വരാജിനെ നിയമസഭയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM നേരിടുന്ന കടുത്ത വെല്ലുവിളിയാണ്. CPMന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്, ഒളിച്ചുവെച്ച അജണ്ടയല്ല, പ്രത്യേക അജണ്ടയാണ്. കാരണം തൃപ്പൂണിത്തുറയിൽ ഒരിക്കൽ ജയിച്ചു, പിന്നീട് പരാജയപ്പെട്ടു. നിലമ്പൂര് സ്വന്തം തട്ടകത്തിൽ, സ്വന്തം ജന്മനാട്ടിൽ മത്സരിച്ച് തോറ്റു. പാർട്ടിയുടെ സൈദ്ധാന്തികനാകാൻ, പാർട്ടിയുടെ അമരക്കാരനാകാൻ ഒക്കെ കരുത്തുള്ള യുവ നേതാവായി കരുതപ്പെടുന്ന എം സ്വരാജ് ഇക്കുറിയെങ്കിലും നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും അദ്ദേഹത്തിന്റെ ഭാവിക്ക് എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എം സ്വരാജിനെ മത്സരിപ്പിക്കും. ഇക്കുറി എം സ്വരാജിന് പാർട്ടിയുടെ ഉറച്ച കോട്ടയായ പൊന്നാനി തന്നെ നൽകും. എത്രയൊക്കെ മാറി മറിഞ്ഞാലും മലപ്പുറത്ത് പൊന്നാനി അങ്ങനെ മാറി മറിയാറില്ല. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1300ഓളം വോട്ടുകൾ UDF ആ നിയമസഭാ മണ്ഡലത്തിൽ നേടിയെങ്കിലും നഗരസഭ വിട്ടുകൊടുത്തിട്ടില്ല. നഗരസഭയിൽ 53 സീറ്റുള്ളതിൽ 30 സീറ്റ് ഇടതുമുന്നണി തന്നെ പിടിച്ചിട്ടുണ്ട്. ഭരണം ഇപ്പോഴും ഇടതുമുന്നണിക്ക് തന്നെയാണ്. അതുകൊണ്ട് പൊന്നാനി എന്ന ഉറച്ച കോട്ടയിൽ ചെങ്കോട്ട കാക്കാൻ എം സ്വരാജ് എത്തും. അപ്പോ മറ്റ് സാധ്യതകൾ എങ്ങനെ? നിരന്തരം അവിടെയും പൊന്നാനിയിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. മുസ്ലിങ്ങൾക്കെതിരെ നാഴികയ്ക്ക് 40 വട്ടം, മുസ്ലിം സമുദായത്തിനെതിരെയും മുസ്ലിം നേതാക്കൾക്കെതിരെയും നാഴികയ്ക്ക് 40 വട്ടം തെറി പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടുന്ന ഇടതുമുന്നണിക്ക് എങ്ങനെ അവിടെ ഇക്കുറി വിജയിക്കാൻ കഴിയും എന്നൊക്കെ UDF-കാർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിജയിക്കുമ്പോൾ കണ്ടാൽ മതി എന്നാണ് CPM-ന്റെയും ഇടതുമുന്നണിയും അവർക്ക് നൽകുന്ന മറുപടി. ഏതായാലും ഇക്കുറി എം സ്വരാജ് പൊന്നാനിയിൽ ജയിക്കും. കാരണം പൊന്നാനി ഇടതുകോട്ടയാണ്. അതുകൊണ്ട് മാത്രമല്ല, സ്വരാജിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടും ആളുകൾ വോട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷ. പൊന്നാനിയിൽ സ്വരാജ് ജയിക്കുമ്പോൾ പൂഞ്ഞാറിൽ PC ജോർജിന്റെ അവസ്ഥ എന്താണ്? പൂഞ്ഞാറിൽ 1996 മുതൽ 2016 വരെയും ഞാനാണ് സിംഹം, പൂഞ്ഞാർ പുലി എന്നൊക്കെ പറഞ്ഞ PC ജോർജ് ജയിച്ചു വന്നിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് അംഗം വെട്ടിയിട്ടും ജയിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ എന്ത് ചെയ്തു? ഇന്ത്യയിൽ തോറ്റുപോയി. ഏകദേശം 16,000-ലധികം വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സെബാസ്റ്റ്യനോട് PC ജോർജ് തോറ്റുപോയി. അപ്പൊ PC ജോർജ് ഇക്കുറി പൂഞ്ഞാറിൽ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. മകൻ പാലായിൽ ജനവിധി തേടുമ്പോൾ അപ്പൻ പൂഞ്ഞാറിൽ ജനവിധി തേടുന്നുണ്ട്. പൂഞ്ഞാറിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ, കാടിളക്കി പ്രവർത്തിക്കാൻ BJP PC ജോർജിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2300ഓളം വോട്ട്, 2250 സംതിങ് അങ്ങനെ വോട്ടുകളാണ് ലഭിച്ചത്. അക്കുറി BDJS ആണ് അവിടെ മത്സരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്കായിരുന്നു സ്ഥാനാർത്ഥി. ഇക്കുറി BJP-യുടെ സ്ഥാനാർത്ഥിയായി PC ജോർജ് വരുമ്പോൾ PC ജോർജിന് സ്വതസിദ്ധമായി മണ്ഡലത്തിലുള്ള വോട്ടുകൾ, മണ്ഡലത്തിലുള്ള വേരോട്ടം, ഓരോ വ്യക്തിയെയും പേരെടുത്ത് വിളിക്കാൻ പരിപക്വമായ അറിവ് PC ജോർജിനുണ്ട്. ആ മണ്ഡലവുമായി അത്രമാത്രം ബന്ധമുണ്ട്. പൂഞ്ഞാർ പുലി എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ പുലി തന്നെയാണ്. ഇടയ്ക്ക് ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടും, ഇടയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും. റിയൽ കേരള സ്റ്റോറി മറച്ചു വെച്ച് കേരള സ്റ്റോറി ജിഹാദികൾക്ക് വേണ്ടി സംസാരിക്കും. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ജിഹാദികളാണ് എന്നൊക്കെ പറഞ്ഞ്, ലവ് ജിഹാദ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അങ്ങനെ ഒരു വഴി കൂടെ പോകും. എല്ലില്ലാത്ത നാക്കുകൊണ്ട് എന്തും PC ജോർജ് പറയും. മുമ്പൊരു കാലത്ത് PC ജോർജിനെ പോലെ മാധ്യമങ്ങൾക്ക് വിലയുള്ള നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല. എന്തു പറഞ്ഞാലും വാർത്തയാണ്, തലങ്ങും വിലങ്ങും. അതിനുശേഷം PV എന്നവർ കുറെ കാലം തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെന്ന് പറഞ്ഞു വാർത്തയായി. ഇപ്പോൾ PV എന്നവരും PC ജോർജും ഒക്കെ മൂലയ്ക്ക് ഇരിപ്പാണ്. ഇക്കുറിയെങ്കിലും, ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും PC ജോർജ് ജയിച്ചില്ലെങ്കിൽ പിന്നെ PC ജോർജ് പല്ല് കൊഴിഞ്ഞ സിംഹമാകും, നഖം കൊഴിഞ്ഞ പുലിയുമായി പൂഞ്ഞാറിൽ ഒരു മൂലക്കിരിക്കാനേ പറ്റുകയുള്ളൂ എന്ന വാസ്തവം PC ജോർജ് തിരിച്ചറിയുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പൂഞ്ഞാറിൽ ജയിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി PC ജോർജ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എം സ്വരാജും PC ജോർജും ഒക്കെ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ രണ്ടുപേരെയും നിയമസഭയിൽ എത്തിക്കുവാൻ രണ്ട് മുന്നണികളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം.